ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധമാകട്ടെ ഇപ്പോൾ കൂടുതൽ ദൃഢമാകുന്നതിനിടയിൽ ചബഹാർ തുറമുഖത്തിന് ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിരാശ പ്രകടമാക്കിക്കൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്ത് വരികയാണ്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢതയിലെ ഒരു നാഴികക്കല്ലായി തന്നെ അടയാളപ്പെടുത്തിയ ഒന്നാണ് ചബഹാർ തുറമുഖം. ഇന്ത്യയുടെ മധ്യ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള സുവർണ കവാടം എന്നതായിരുന്നു ഇതിനൊരു വിശേഷണം നൽകിയിരിക്കുന്നത്. അതായത് അബ്ബാസ് അരാഗ്ചി ഇത്തരമൊരു വിശേഷണം നൽകിയതാകട്ടെ ഇന്ത്യക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നായി തന്നെ മാറിയിരുന്നു. വ്യാപാര മേഖലയിൽ പോലും ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തിയ തന്ത്രപ്രധാനമായ തുറമുഖം കൂടിയാണ് ഇത്. എന്നാൽ ഇന്ത്യ ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ തുനിഞ്ഞിരിക്കുന്നത് അതിന് പിന്നിലെ കാരണം എന്താണുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. എന്തുകൊണ്ടാകാം ഇറാന് മേൽ ഇത്തരം ഒരു ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇതിനായി തന്നെ കൂടുതൽ ഫണ്ട് ശേഖരിക്കുകയോ ചെയ്യാത്തതെന്നതിൽ ഇപ്പോഴും ഒരു ചോദ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇറാന്റെ ആ ഒരു പരസ്യ അതൃപ്തി ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഈ പദ്ധതിക്ക് ഫണ്ട് നൽകാത്തത് ഇന്ത്യക്കും ഇറാനും ഒരേപോലെ തന്നെ നിരാശാജനകമാണ് എന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ മധ്യ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള ഒരു വലിയ സുവർണ കവാടമായി ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുൻപ് ചബഹാറിനെ ഇത്തരത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഈ തുറമുഖം പൂർണ്ണതോതിൽ വികസിപ്പിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ മധ്യ ഏഷ്യയുമായും അതുപോലെ തന്നെ കുറേഷ്യയുമായും യൂറോപ്പുമായും പോലും ബന്ധിപ്പിക്കുന്ന ഏറ്റവും മികച്ച ഒരു ട്രാൻസിറ്റ് റൂട്ടായി തന്നെ ഇത് മാറുമെന്നതിലും യാതൊരുവിധ സംശയവുമില്ല. ഇക്കാര്യങ്ങൾ എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ ഇത്തരം ആശയങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തുകൊണ്ടാകാം ഇത്തരത്തിൽ ഇന്ത്യ ഇങ്ങനൊരു തീരുമാനത്തിന് പിന്നിൽ എത്തിയതെന്നതും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ഇന്ത്യ നടത്തിയിട്ടില്ല. ഇന്ത്യയിൽ പ്രതിഷേധം നടക്കുന്ന സാധാരണക്കാർക്കെതിരെ തന്നെ ഭരണകൂടം അവിടെ കൂട്ടക്കൊലയുമായി രംഗത്തെത്തുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചബഹാർ തുറമുഖ പദ്ധതിക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ പണം അനുവദിക്കാതെ തന്നെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ മധ്യ ഏഷ്യയുമായും യൂറോപ്പുമായും ബന്ധിപ്പിക്കുന്ന സുവർണ കവാടമായി തന്നെ ഇതിനെ വിശേഷിപ്പിക്കുകയും അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണമാകട്ടെ ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. പൂർണ്ണമായും തന്നെ വികസിപ്പിച്ചാൽ ഇറാൻ വഴി ഇന്ത്യക്ക് വലിയ വികസനവും നേട്ടങ്ങളും അത് സൃഷ്ടിക്കാൻ കഴിയുന്ന തന്ത്രപ്രധാന തുറമുഖമാണിതെന്നും അരാഗ്ചി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഏറ്റവും മികച്ച ട്രാൻസിറ്റ് റൂട്ടാകുമെന്ന കാര്യത്തിൽ പോലും യാതൊരുവിധ സംശയവുമില്ല. ചബഹാർ പൂർണ്ണമായും തന്നെ വികസിപ്പിക്കുന്നതിലും അതിൻ്റെ ലക്ഷ്യങ്ങളിലെത്തുന്നതിനും ഒരു ദിവസം അത് കണക്കാക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യയിലേക്കും നേരിട്ടുള്ള വ്യാപാര ഗതാഗത പാത നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ ഒരു പദ്ധതി ആരംഭിച്ചത്. തെക്ക് കിഴക്കൻ ഇറാനിലാണ് ചബഹാർ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മധ്യ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താമെന്നതും അതേപോലെ തന്നെ കടൽ തീരമില്ലാത്ത മലേഷ്യൻ വിപണികളിലേക്ക് എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാനും പാകിസ്ഥാനിലെ ഗദ്വാർ തുറമുഖത്ത് നങ്കൂരമിട്ട ചൈനീസ് ശക്തിയെ പ്രതിരോധിക്കുവാനും മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനവും അതേപോലെ തന്നെ ആ സാന്നിധ്യവും ഒക്കെ തന്നെ മെച്ചപ്പെടുത്തുവാനും ചബഹാർ കൂടുതൽ സഹായകരമാകുമെന്നും ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.